ഒരു ശരാശരി കെ സി അനുയായിൻ്റെയും വി ഡി അനുയായിൻ്റെയും ആർ സി അനുയായിൻ്റെയും ഇപ്പോഴത്തെ ഒരു സ്വപ്നം എന്താണെന്നറിയോ? സ്വപ്നം എന്നല്ല, എന്താ പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ പന്തൽ കെട്ടുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ ഈ അനുയായി ഇരിക്കുന്നു. രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തല കൈ കൊടുക്കുന്നു, അദ്ദേഹം നേരെ പോകുന്നു, മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, കൈവീശി കാണിക്കുന്നു. അതുപോലെ തന്നെ ഓരോ അനുയായികളും അങ്ങനെയാണ്. അപ്പോഴാണ് വീട്ടിലമ്മ എണീക്കണം നീ തോറ്റു, നേരെ വിളിത്തു, ഇത് സ്വപ്നമാണ്. ഒരു ശരാശരി കെ സി അനുയായിൻ്റെയും വി ഡി അനുയായിൻ്റെയും ആർ സി അനുയായിൻ്റെയും ഇപ്പോഴത്തെ ഒരു സ്വപ്നം എന്താണെന്നറിയോ? സ്വപ്നം എന്നല്ല, എന്താ പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ പന്തൽ കെട്ടുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ ഈ അനുയായി ഇരിക്കുന്നു. രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തല കൈ കൊടുക്കുന്നു, അദ്ദേഹം നേരെ പോകുന്നു, മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, കൈവീശി കാണിക്കുന്നു. അതുപോലെ തന്നെ ഓരോ അനുയായികളും അങ്ങനെയാണ്. അപ്പോഴാണ് വീട്ടിലമ്മ എണീക്കണം നീ തോറ്റു, നേരെ വിളിത്തു, ഇത് സ്വപ്നമാണ്. ഒരു ശരാശരി പിണറായി വിജയന്റെ തീട്ടം തിന്നുന്ന ഒരു കൃമികീടത്തിന്റെ സ്വപ്നമാണിത്. അവന് ഇതാണ് സ്വപ്നം കാണുന്നത്. പക്ഷെ ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഈ കൃമികീടത്തിന് ഈ തീട്ടം തീനിക്ക് ഇല്ല എന്നുള്ളൂ. കാരണം അവൻ തീട്ടാണ് തിന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിന്ന് മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. UDF അധികാരത്തിലെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആകും എന്ന് രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്നവർക്ക് സ്വപ്നം കാണാൻ അവിടെ വകുപ്പുകളുണ്ട്. കാരണം അയാൾ MLA ആണ്, അയാൾ ഉൾക്കൊള്ളുന്ന പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു. അവരാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. അവിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്നവർക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്ന് സ്വപ്നം കാണുന്നതിന് എന്താ തടസ്സമുള്ളത്, അല്ലേ? അതുപോലെ വി ഡി സതീശൻ പറവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് MLA ആയിരിക്കുന്നു. ഞാൻ MLA ആയിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഒരു MLAക്ക് മുഖ്യമന്ത്രി ആവാം. അയാളുടെ പാർട്ടി, അയാൾ ഉൾക്കൊള്ളുന്ന മുന്നണി വിജയിച്ച് മെജോറിറ്റി തെളിയിച്ചിരിക്കുന്നു. മെജോറിറ്റി ലഭിച്ചിരിക്കുന്നവർക്ക്, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മൃഗീയമായ ഭൂരിപക്ഷം, 102 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും അവരല്ലാത്ത മറ്റൊരാൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ സർക്കാർ അവരാണ് രൂപീകരിക്കുന്നത്. വി ഡി സതീശനെ പിന്തുണക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സ്വപ്നം കാണാം. കാരണം അവരുടെ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു, അവർക്ക് മുഖ്യമന്ത്രി ആകും എന്ന് അവർക്ക് പിന്തുണക്കാം. അത് യാഥാർത്ഥ്യമാണ്, അത് സ്വപ്നമല്ല. എന്നാൽ ഇവരിങ്ങനെ യാഥാർത്ഥ്യത്തെ കാണുന്നത് അത് സ്വപ്നമാകണേ എന്ന് ചിന്തിക്കുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമല്ല, അത് സ്വപ്നമാണെന്ന് കരുതാൻ, അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തീട്ടം തീനി, പിണറായി വിജയന്റെ തീട്ടം തീനിയുടെ ഒരു സ്വപ്നം മാത്രമാണ്. ഞാനിതൊന്നല്ല ആലോചിക്കുന്നത്. ഇവനൊക്കെയാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന് അവകാശപ്പെടുന്ന ഒരു റൂമിലിരുന്നിട്ട്, ന്യൂസ് റൂമാണെന്ന് അവകാശപ്പെടുന്ന റൂമിലിരുന്നിട്ട് ഇങ്ങനെ കരയാണ്. ഇത് കരച്ചിലാണ്. സംഭവം പുറമെ കാണുമ്പോൾ നമുക്കൊരു ചിരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് കരച്ചിലാ. കാരണം എന്താ? എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ, അവൻ്റെ ജാള്യത മറക്കാൻ, അവൻ്റെ നാണക്കേട് മറക്കാൻ ഉള്ള ഒരു എന്താ പറയുന്നത്, പല്ലിളിക്കൽ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കുറേ കാലമായിട്ട് ഇവറ്റുകൾ തുടങ്ങിയിട്ടുള്ളതാ. ഇപ്പം യാഥാർത്ഥ്യം എന്തായി? പന്തലിട്ടു. എടോ വീരപ്പ കാട്ടുകള്ള, പന്തലിട്ടു അല്ലേ? പന്തലിട്ടു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തലിട്ടു എന്നുള്ളത് മാത്രമാണോ? പന്തൽ മാത്രമല്ലല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നലെ അവിടെ വന്നു. വി ഡി സതീശൻ വന്നു, കൈവീശി കാണിച്ചു, കൈ കൊടുത്തു, സത്യപ്രതിജ്ഞയും ചെയ്തു, മുഖ്യമന്ത്രിയായി. ഇവൻ പറഞ്ഞ 3-ൽ 1, എന്തായാലും 3 ആൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റൂലല്ലോ, ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ഇവൻ പറഞ്ഞതിൽ ഒരാൾ മുഖ്യമന്ത്രി ആയല്ലോ. അപ്പൊ ഇത് സ്വപ്നമാണോ? ഇവൻ പറഞ്ഞതുപോലെ രാവിലെ അമ്മ വന്ന് തട്ടി ഉണർത്തിയിട്ട് ഇത് സ്വപ്നമാണെന്ന് പറയാണോ? അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് സ്വപ്നം കണ്ടതാരാ? അത് ഈ തീട്ടം തീനിയാ, അല്ലേ? ഈ കൃമികീടം തീട്ടം തീനി ഇവൻ്റെതല്ലേ സ്വപ്നം. അല്ലാതെ വി ഡി സതീശനെ പിന്തുണച്ചവരത് സ്വപ്നമായിരുന്നോ? അല്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. ഇവനാണ് സ്വപ്നം കണ്ടത്. എന്ത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലെ സ്വപ്നം കണ്ടത്. അത് സ്വപ്നമല്ല, ഇവന് മനസ്സിലായി. ഇവൻ കണ്ടതാണ് സ്വപ്നം. VDF പിന്തുണച്ചവരോ കോൺഗ്രസിന്റെ പ്രവർത്തകരോ UDFന്റെ പ്രവർത്തകരോ ആരും സ്വപ്നം കാണുകയായിരുന്നില്ല. അവർ യാഥാർത്ഥ്യബോധത്തോടെ കാണുകയായിരുന്നു. ഇവന്റെ അമ്മയാണ്, അമ്മ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ല, എന്താണെങ്കിലും ഇവന്റെ അമ്മയാണ് ഇവനെ സ്വപ്നത്തിൽ നിന്ന് തട്ടി വിളിച്ചിട്ട്, എടോ നീ സ്വപ്നമല്ല കാണേണ്ടത്, നീ യാഥാർത്ഥ്യത്തെ കാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൃമികീടത്തിന് ഇവന്റെ അമ്മ ഇന്നലെ തട്ടി വിളിച്ചിട്ട്, എടോ നിന്റെ ചാനലില് അതാ
നിന്നെ ഭയപ്പെടുത്തുന്ന നിന്റെ ഇത്രയോ ദിവസം നിന്നെ ഭയപ്പെടുത്തിയ, നീ ഉറക്കത്തിൽ കണ്ട് ഞെട്ടി ഉണർന്ന, നിന്നെ ഭയപ്പെടുത്തിയ നിന്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എടോ വീരപ്പ കാട്ടുകള്ള എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇവന് നിന്റെ ചാനലിൽ തന്നെ അതാടോ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ തള്ള ഇവനെ ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇവനെന്താ കരുതിയിരിക്കുന്നത്? ഇപ്പോഴും ഇവൻ TV കണ്ടതും അതും എന്താണ് സ്വപ്നമാണെന്ന് കരുതുകയാണ്. എന്ത് ചെയ്യാനല്ലേ? തീട്ടന്തീനികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിലുള്ള വേദനയുണ്ടല്ലോ. വേദന മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആലപ്പുഴയിലെ MLA AD തോമസിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമിച്ച പിണറായി വിജയൻ്റെ ഗവൺമെന്റ്മാരുടെ മുന്നിൽ എന്താണുള്ളത്? ഇപ്പോൾ വല്ലാത്തൊരു ഭയമാ. കാരണം എന്താ? അതിൽ പുതിയ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ ഇവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയ. കാരണം എന്താ? 40 കുറ്റപത്രങ്ങൾ തലക്ക് മീതെ നിൽക്കുക. ഇനി അതിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം മനസ്സിലാകുന്നുണ്ടോ? ആ ഭയങ്ങളൊക്കെ കാണുമ്പോൾ ആരുടേതായാലും സമനില തെറ്റിപ്പോകും. അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1, 2 അല്ല, ക്രിമിനൽ കേസുകളാണ്. 40 കുറ്റപത്രങ്ങളാണ് തലക്ക് മീതെ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയന് ഓശാന പാടി പിണറായി വിജയൻ രാവിലെ നീട്ടുന്ന തീട്ടവും നക്കിയിട്ട് ഇവനങ്ങനെ ഒരു സമാധാനത്തിൽ പോകുക. തീട്ടം നക്കുമ്പോഴും കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അറപ്പ് തോന്നുന്നുണ്ട്, തിന്നാട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല അണ്ണാക്ക് കൂടെ. എന്നാലും അങ്ങോട്ട് തിന്നുക, മനസ്സോടെ അത് തിന്നുകൊണ്ടിരുന്ന. എന്തുകൊണ്ടാ? ഈ കേസുകൾ. കാരണം അത് തിന്നില്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാകും, അകത്ത് കിടക്കേണ്ടി വരും, അഴിയെണ്ണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് നടക്കൂല. കാരണം ആ ഭയം ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. ആ ഭയം അത് വല്ലാത്ത ഭയമല്ലേ? അത് വല്ലാതെ വേദനിപ്പിക്കുകയല്ലേ? അത് വേദന എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായ വേദനയല്ല, മനസ്സിൽ കിടന്നിട്ട് അതിങ്ങനെ കറങ്ങുക, ആളിക്കത്തുകയാണ്. ഏത് നിമിഷവും എന്താകും. കാരണം വലിയ അപകടത്തെ മുൻകൂട്ടി കാണുക. ഇതിനെ തടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയുമില്ല. ഇതിനെ തടുക്കാൻ ഇനി ഒരു വഴിയുമില്ല. ആകെ എടങ്ങാറായി നിൽക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ കരച്ചിൽ സ്വാഭാവികം. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത കരച്ചിലല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. VD സതീശൻ പന്തലിടുന്നു. ആര് പന്തലിടുന്നു? അതും കേരളത്തിൻ്റെ ഗവർണർ. അത് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടത്തുന്നത് അല്ല, നമ്മുടെ നാട്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത് അത് ലോക് ഭവൻ്റെ അവരുടെ കൺട്രോളിലാണ്, അവരാണ് നടത്തുന്നത്. അപ്പോൾ അവർ പന്തലിടുന്നു. അതും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തലിടുന്നു. ആളുകൾ വരുന്നു. പിണറായി വിജയൻ വരുന്നു. പിണറായി വിജയൻ വന്നിട്ട് ശോകമുഖമായിട്ട് അവിടെ ഇരിക്കുന്നു. ജനങ്ങൾ തടിച്ചുകൂടുന്നു. വലിയ ആരവമുണ്ടാകുന്നു. ഇപ്പം ഇന്നലെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ഒരു മാധ്യമത്തിൽ, ഇനി അങ്ങോട്ടുള്ള കാലം തിരുവനന്തപുരം ഒന്ന് സജീവമാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. യെസ്, ഇന്നലെ തന്നെ തിരുവനന്തപുരം സജീവമായി. അപ്പോൾ ആളുകൾ വരുന്നു, തടിച്ചു കൂടുന്നു, വലിയ ആരവമുണ്ടാകുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആരവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകുന്നു. VD സതീശൻ വരുന്നു, കൈ കാണിക്കുന്നു. ആ മനുഷ്യൻ അഭിമാനത്തോടെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ബലമാണ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് അയാളെ ഗവർണർ ക്ഷണിക്കുന്നു സത്യപ്രതിജ്ഞക്ക്. ആ മനുഷ്യൻ വരുന്നു. ഗവർണർ ഞാനെന്ന് തുടങ്ങുന്നു. അത് VD സതീശൻ, വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റുപിടിക്കുന്നു. ജനം ആരവം മുഴക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സ്വപ്നമാണോ? ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ സ്വപ്നം കണ്ടതാരാ? ഈ കാട്ടുകള്ളം വീരപ്പൻ. ഇവന്മാർ കുറേ സ്വപ്നം കണ്ടതാ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ഞാൻ ഇവരുടെ ചാനലിൽ ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ ഇവൻ പറയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എക്സിറ്റ് പോളിൽ പറഞ്ഞത് 11 UDF കിട്ടുമെന്നാണ്. അപ്പോൾ ഇവൻ ചോദിക്കുക, ഇതെങ്ങനെ കിട്ടും 11? അവിടെ ഫുൾ ഞങ്ങളുടെ കോട്ടയാണ്. എറണാകുളത്ത് എങ്ങനെ കിട്ടും? തിരുവനന്തപുരത്ത് എങ്ങനെ കിട്ടും? കൊല്ലത്ത് എങ്ങനെ കിട്ടും? പത്തനംതിട്ടയിൽ എങ്ങനെ കിട്ടും? ആലപ്പുഴയിൽ എങ്ങനെ കിട്ടും?
എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ കിട്ടും. അതല്ലേ ഇതിൻ്റെ യാഥാർത്ഥ്യവും. ജനങ്ങളല്ലേ ഇതിൽ രാജാക്കന്മാരാരാ? കേരളത്തിൻ്റെ പൊതുസമൂഹം. അവർ തീരുമാനിച്ചാൽ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവൻ പറയുന്നത് ഇപ്പം നിലവിൽ അന്ന് സിറ്റിംഗ് MLA മാർ 40 സീറ്റിലെങ്ങാനും മത്സരിച്ചിരുന്നു. ആ 40 സീറ്റിംഗ് CPM-ൻ്റെ ഈ 40 സീറ്റിൽ മത്സരിച്ച സിറ്റിംഗ് MLA-മാരെ പരാജയപ്പെടുത്താൻ ഒരു വഴിയുമില്ല. അവിടെയൊന്നും UDF-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അവർ യോഗ്യതയില്ല, അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? 8 നിലയിൽ പൊട്ടി. സിറ്റിംഗ് MLA-മാർ മാത്രമാണോ? 10-15 മന്ത്രിമാർ തോറ്റില്ലേ 8 നിലയിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ കരച്ചിൽ കുറേ കാലമായിട്ട് തുടങ്ങിയതാ. ഇപ്പം അവൻ്റെ ഭയം എന്ന് പറയുന്നത് ഈ പറയുന്ന കേസാണ്, മുട്ടിൽ മരം മുറി കേസ്. 40 കുറ്റപത്രങ്ങൾ തലക്ക് മീതെ നിൽക്കുക. അത് പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ കൊണ്ടുപോയി. ഇനി അത് നടക്കില്ല എന്ന് അവനക്കറിയാം. പ്രത്യേകിച്ച് ഇന്നലെ സതീശൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പം മുതൽ വല്ലാത്ത കുരുപൊട്ടലാണ്. കാരണം ഏത് നിമിഷവും ഇനി അതിലൊക്കെ ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇന്നലെ ആദ്യത്തെ വാർത്താ സമ്മേളനം ആയതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും പറയാതെയും നടപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു മുന്നറിയിപ്പില്ലാതെ നടപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മളെ കയ്യിൽ ഒരു മുറിവുണ്ടായി, ആ വേദനയല്ല, മനസ്സാണ് നീറുന്നത്. അവിടെ തീ ആളിക്കത്തുകയാ. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആകെ ഒരു അങ്കലാപ്പ. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇരുന്നാൽ ഇരിപ്പൊട്ടുവോ? കുരു പൊട്ടൂലേ? അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ. അപ്പോൾ കാട്ടുകള്ളം വീരപ്പ, സംഭവിച്ചത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണ്. പന്തലിട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു, വി.ഡി. സതീശൻ വന്നു, കൈ കാണിച്ചു, കൈ കൊടുത്തു, സത്യപ്രതിജ്ഞയും ചെയ്തു. തീർന്നോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് നേരെ ലോക് ഭവനിലേക്ക്, നിയുക്ത മുഖ്യമന്ത്രിക്ക് ചായ സൽക്കാരം, അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക്. അവിടെ വരുന്നു, ചാർജ് ഏറ്റെടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചാർജ് എടുത്ത ശേഷം മന്ത്രിസഭാ യോഗങ്ങളിലേക്ക് പോകുന്നു, മന്ത്രിസഭാ യോഗം കൂടുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. കൃത്യമാണല്ലോ. ഇത് സ്വപ്നമല്ല വീരപ്പ, ഇതാണ് യാഥാർത്ഥ്യം. നീ കണ്ടതായിരുന്നു സ്വപ്നം. ഇതൊക്കെ നടക്കും, ഇതൊക്കെ സ്വപ്നമാണെന്ന് നീ കരുതിയത് നിൻ്റെതായിരുന്നു സ്വപ്നം. കോൺഗ്രസ്സുകാരനും UDF-കാരനും കണ്ടത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യങ്ങളായിരുന്നു. ആ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ്.